ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ടന്തറ മുസ്ലിം ജമാഅത്ത് കേരളത്തിലെ അറിയപ്പെടുന്ന മഹല്ലുകളിൽ ഒന്നായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കണ്ടന്തറ മുസ്ലിം ജമാഅത്തിന്റെ കീഴിലുള്ള നമ്മുടെ ഈ പള്ളി നമ്മുടെ ചുറ്റുമുള്ള മറ്റു മഹല്ലുകൾക്ക് മാതൃകയാണ്. നമ്മുടെ പൂർവികർ നമുക്കായി കൈമാറിത്തന്ന അള്ളാഹുവിന്റെ ഭവനം ഇന്ന് കാണുന്ന ഈ പ്രൗഢിയും അന്തസ്സും നിലനിർത്തുന്നതിന് നമ്മുടെ പൂർവികർ അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട്. തുടർന്നും മറ്റുള്ള മഹല്ലുകൾക്ക് മാതൃകയാകുന്ന തരത്തിൽ തന്നെയാണ് ഇത് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇതുവരെയും പ്രയത്നിച്ചവർക്കും ഇന്ന് അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അള്ളാഹുവിന്റെ ഈ ഭവനം പുതുതലമുറയിലേക്ക് കൈമാറുമ്പോൾ പുരാതനമായ ഒരു ജുമാ മസ്ജിദും ഒരു ഓടിട്ട മദ്രസ കെട്ടിടവും അതോടു ചേർന്ന് ഒരു കളരിക്കോട്ടയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 1977 ആയിരുന്നു പള്ളിയുടെ കോമ്പൗണ്ട് ആദ്യമായി മതിൽ കെട്ടി തിരിക്കുന്നത്. പിന്നീട് 80കളിൽ നമ്മുടെ പൂർവികരുടെ ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഇന്ന് കാണുന്ന ആധുനിക രീതിയിലുള്ള നമ്മുടെ മദ്രസ ബിൽഡിംഗ്. അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു ജനകീയ കൂട്ടായ്മ തന്നെ ഉണ്ടായിരുന്നു. അതിൽ പലരും ഇന്ന് നമ്മോടൊപ്പം ജീവിച്ചിരിപ്പില്ല. അവർക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. പിന്നീടാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ ജുമാ മസ്ജിദ് പൊളിച്ച് പുതുക്കി പണിയുന്നത്. ആ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറം സാമ്പത്തികം ആവശ്യമായി വന്ന ഒരു പുനരുദ്ധാരണം ആയിരുന്നു നമ്മുടെ പള്ളിയുടേത്. ആ സമയത്ത് നമ്മുടെ മഹല്ലിൽപ്പെട്ട വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും അകമഴിഞ്ഞ സാമ്പത്തിക സഹായവും മറ്റും ഉള്ളതുകൊണ്ടാണ് ഇന്നീ കാണുന്ന പള്ളി നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചത്. ആ കാലഘട്ടത്തിൽ ഇത്രയും വലിപ്പവും മനോഹരവുമായ ഒരു ജുമാ മസ്ജിദ് നമ്മുടെ ചുറ്റുപാടും വേറെ എവിടെയും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ കളരിക്കോട്ടയുടെ അകത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിനായി തുടങ്ങി വച്ചിരുന്ന നഴ്സറി ഇന്ന് നാം കാണുന്ന ഹിദായത്തുൽ ഇസ്ലാം ഹൈസ്കൂളായി വളർന്നത്. ഇതിനെ തുടർന്നുണ്ടായ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു ഓഡിറ്റോറിയവും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സ്ഥല പരിമിതികൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മഹല്ല് അംഗങ്ങൾക്കും ഇന്ന് നമ്മുടെ ഈ ഓഡിറ്റോറിയം വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിച്ചിട്ടുള്ള നാടാണ് നമ്മുടേത്. സാമ്പത്തികപരമായും തൊഴിൽപരമായും വളരെ മുന്നേറുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടത്ര നമ്മൾ മുന്നോട്ടു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞുപോയത്. ആ പിന്നോക്ക അവസ്ഥയിൽ നിന്നാണ് വിദ്യാഭ്യാസപരമായ ഒരു ഉയർച്ച അനിവാര്യമാണെന്ന് മുന്നിൽ കണ്ട് നിലവിലെ പരിപാലന സമിതി അതിനുവേണ്ടി സമയവും സമ്പത്തും ചെലവഴിക്കുകയും അത് ഉന്നതിയിലേക്ക് ഉയർത്തി ഇതര മേഖലയിലുള്ള മറ്റു സ്ഥാപനങ്ങളുമായി കിടപിടിക്കുന്ന വിധം ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചു. നാട്ടിലെ നിർധനരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സാമ്പത്തിക നില പരിശോധിച്ച് സ്പോൺസർമാരെ കണ്ടെത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഏർപ്പെടുത്തി ചെയ്തു നൽകുന്നുണ്ട്. നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികളുടെ സൗകര്യാർത്ഥം ഒരു സ്കൂൾ ബസ് കൂടി വാങ്ങി നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരു വേള നമ്മുടെ സ്ഥാപനം വിദ്യാർത്ഥികളുടെ കുറവ് മൂലം മുന്നോട്ടുള്ള പ്രയാണത്തിന് സാധ്യമാകുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന തലത്തിൽ നിന്നുമാണ് നമ്മുടെ പരിപാലന സമിതിയും നാട്ടുകാരും ഒരുമിച്ച് പ്രയത്നിച്ചതിന്റെ ഫലമായി അൽഹംദുലില്ലാഹ് ഇപ്പോൾ 750 പരം അഡ്മിഷനോടുകൂടി നമ്മുടെ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. 4.5 പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള നമ്മുടെ ചുറ്റുമതിൽ മനോഹരമായ രീതിയിൽ പുതുക്കിപ്പണിയുകയും നമ്മുടെ നാടിന്റെ പ്രൗഢിക്ക് അനുയോജ്യമായ 3 കവാടങ്ങളും നമ്മുടെ നാട്ടിലെ സുമനസ്സുകളുടെ സംഭാവന സ്വീകരിച്ചുകൊണ്ട് പണി കഴിപ്പിക്കുവാനും നമുക്ക് കഴിഞ്ഞു. ജുമാ നമസ്കാരത്തിന് ഇത്രയധികം ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു മഹല്ല് എന്ന നിലയിൽ തിരക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ അംഗശുദ്ധി വരുത്തുവാൻ പഴയ ഹൗദ് സംവിധാനം ആധുനിക രീതിയിൽ നവീകരിച്ച് കൂടുതൽ സൗകര്യപ്രദമാക്കുവാൻ സാധിച്ചു. പഴയ കിണർ നിലനിർത്തി അതിനു ചുറ്റുമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പള്ളിയുടെ അകം ശീതീകരിക്കാൻ കഴിഞ്ഞതും
മനോഹരമായ തുർക്കി കാർപ്പറ്റ് വിരിക്കാൻ കഴിഞ്ഞതും പ്രശംസനീയമാണ്. നമ്മുടെ പള്ളിയിലെ ഭാരിച്ച വൈദ്യുത ബിൽ ഒഴിവാക്കുന്നതിന് പൂർണ്ണമായ സോളാർ വൽക്കരണം കൊണ്ട് സാധ്യമായി. നമ്മുടെ മദ്രസയും ഹിദായത്തുൽ ഇസ്ലാം സ്കൂളും ഡിജിറ്റൽ വൽക്കരിച്ചതോടൊപ്പം തന്നെ പള്ളിയിലെ കാർഡും ഡിജിറ്റൽ വൽക്കരിച്ചു. തുച്ഛമായ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന കടമുറികൾ ഡിസ്പെൻസറിയായി നവീകരിച്ച് നമ്മുടെ മഹൽ സംവിധാനത്തിലേക്ക് ഒരു പുതിയ ഏടുകൂടി തുറക്കാൻ സാധിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും നിർധനർക്കും നമ്മുടെ ആംബുലൻസ് സംവിധാനം വളരെ ഉപകാരപ്രദമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പള്ളിയിലെ തെക്കേ കവാടത്തിൽ നിന്നും ഓഡിറ്റോറിയത്തിലേക്കും പള്ളിയിലേക്കും പൂർണ്ണമായ ടൈൽ വിരിച്ച് മനോഹരമാക്കുകയും ഓഡിറ്റോറിയത്തിലേക്ക് ലക്ഷങ്ങൾ വില വരുന്ന 2 AC ഇലക്ട്രിക് സീലിംഗ് ഫാനുകൾ ഫിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള റിബു മെമ്മോറിയൽ ബിൽഡിംഗ് മുകളിൽ ഒരു നില കൂടി നിർമ്മിച്ച് 2 ഫാമിലിക്കായി നൽകി ആ തുക കൂടി നമ്മുടെ വരുമാനത്തിലേക്ക് മുതൽക്കൂട്ടാക്കി. നമ്മുടെ മഹലിലെ നിർധനരായ 3 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും പ്രളയസമയത്ത് വീട് നഷ്ടപ്പെട്ട 2 കുടുംബങ്ങൾക്ക് വീട് നൽകുകയും ചെയ്തു. അതിൽ 2 എണ്ണം മഹലിന്റെ തന്നെ കീഴിൽ രൂപീകരിച്ചിട്ടുള്ള ഖിദ്മത്ത് യൂത്ത് വിംഗ് എന്ന സംഘടനയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വിതരണം, വീടുകളിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമുള്ള ബോക്സ് കളക്ഷൻ, കിറ്റ് വിതരണം, യത്തീം കുട്ടികൾക്ക് പെരുന്നാൾ വസ്ത്ര വിതരണം, പുസ്തക വിതരണം, മറ്റ് ഒട്ടനവധി പ്രവർത്തനം ചെയ്യുവാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 യത്തീം കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുവാനും ഖിദ്മത്ത് യൂത്ത് വിങ്ങിന് സാധിച്ചു. കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളും ഉദുഹിയത്ത്, കുത്തുബിയത്ത് ആരാധനാ കർമ്മങ്ങളിലെ ഖിദ്മത്ത് യൂത്ത് വിങ്ങിന്റെ പ്രവർത്തനങ്ങളും അങ്ങേയറ്റം പ്രശംസനീയമാണ്. കോവിഡ് ദുരിതക്കയത്തിൽ മുങ്ങി നിന്ന സമയത്ത് നമ്മുടെ മഹൽ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയും 15 ലക്ഷത്തോളം രൂപ മുടക്കി 1500 കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാനും താൽക്കാലിക ആശ്വാസം നൽകുവാനും സാധിച്ചു. നമ്മുടെ പൂർവികർ നമ്മുടെ മഹലിനായി വഖഫ് ചെയ്ത് തന്നിരുന്ന വസ്തുവകകളിൽ നിന്നുമാണ് നമ്മുടെ പള്ളിയിലെ ദൈനംദിന ചെലവുകൾ നടന്നിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചെലവിന് അനുസരിച്ചുള്ള വരുമാനം ഇല്ലാതെ വരികയും ആ ധനക്കമ്മി നികത്തുന്നതിനു വേണ്ടി നമ്മൾ കുറ്റിപ്പാടത്ത് നിലവിലെ ഫാമിലി ക്വാർട്ടേഴ്സിനോട് ചേർന്ന് സ്ഥലം വാങ്ങുകയും 39ഓളം ഫാമിലി അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും 5ഓളം അപ്പാർട്ട്മെന്റുകൾ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. മേൽപ്പറഞ്ഞ വികസനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും മഹലിനായി ചെയ്യാൻ സാധിച്ചത് നമ്മുടെ മഹലിലെ നല്ലവരായ ഓരോ വ്യക്തികളുടെയും അകമഴിഞ്ഞ സഹകരണവും മഹൽ പരിപാലന സമിതിയുടെ നിസ്വാർത്ഥ സേവനവും മൂലമാണ്. ഇനിയും നമ്മുടെ മഹലിന്റെ വികസനത്തിനും നാടിന്റെ ഉയർച്ചയ്ക്കും ഒട്ടനവധി പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പൂർത്തീകരണത്തിന് നമ്മുടെ എല്ലാ മഹൽ അംഗങ്ങളുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നാളിതുവരെ നമ്മോടൊപ്പം പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്ത നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.